എടാ, ഈ കോളേജുകളിലും സ്കൂളിലും ഒക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് വലിയ വാർത്തയായതും പ്രതിഷേധം നടന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ. അല്ല, നിസ്കരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തൂടെ? അതിലെന്താ ഇത്ര വലിയ തെറ്റിരിക്കുന്നത്? അതിലൊരു തെറ്റില്ലടോ, പക്ഷെ അതിലധികമാരും അറിയാത്തൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ചതിയോ? അല്ല, പ്രാർത്ഥിക്കാൻ സ്ഥലം കൊടുക്കുന്നതിൽ ഇത്ര ചതി എന്താ ഇരിക്കുന്നത്? അത് ഈ 2013 വഖഫ് ഭേദഗതി അനുസരിച്ച് നിസ്കാരം പോലെയുള്ള മുസ്ലിം മതകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലമില്ലേ, അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ പോലും കാലപരിധിക്ക് അതീതമായി വഖഫായിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെ വന്നാൽ നമ്മുടെ പള്ളിയും പള്ളിക്കൂടവും വരെ അവരുടെ കയ്യിലാകും. അപ്പോൾ ഈ എയ്ഡഡ് സംവിധാനവും സർക്കാർ സഹായത്തോടെയല്ലേ നടക്കുന്നത്? സമുദായങ്ങളെയും വ്യക്തികളെയും സഹായിക്കാൻ. അപ്പോൾ എല്ലാ മതങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണ്ടേ? എടാ, ഈ സർക്കാർ സഹായിക്കുന്നു എന്ന ധാരണയുണ്ടല്ലോ, ആ ധാരണയെ തെറ്റാണ്. പൗരന്മാരുടെ വിദ്യാഭ്യാസം എന്ന സർക്കാരിന്റെ കടമ നിർവഹിക്കാൻ സ്വന്തമായി സ്ഥലവും കെട്ടിടങ്ങളും നൽകി അവർ സർക്കാരിനെയാണ് സഹായിക്കുന്നത്. സർക്കാരിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ത്രാണിയില്ലാതിരുന്ന കാലത്ത് ക്രൈസ്തവ സമൂഹത്തോട് അവ ആരംഭിക്കുവാൻ അഭ്യർത്ഥന നടത്തി എന്നതാണ് സത്യം. പിന്നെ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയോ നിസ്കാരമോ അനുവദിച്ചു കൊടുക്കുവാനുള്ള നിയമപരമായ യാതൊരു ബാധ്യതയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നിലവിലില്ല. അപ്പോൾ ഈ ക്രിസ്തീയ പ്രാർത്ഥനകൾ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്നതോ? അതിലൊരു തെറ്റുമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 29-30 അനുച്ഛേദ പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ അനുവദിച്ചിട്ടുള്ള അവകാശത്തിന് മുകളിലാണ് ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ നമ്മുടെ സ്ഥാപനത്തിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണ്ടേ? തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ അവകാശമുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും സംസ്കാരവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ അവരവരുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ. പിന്നെ എന്തിനാ ക്രൈസ്തവർ പിടിയേറി കൊടുത്തും കൃഷിപ്പണി എടുത്തും ഉണ്ടാക്കിയ പള്ളിയും പള്ളിക്കൂടവും തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്?